റിനു ശ്രീധർ, SITയുടെ അന്വേഷണം അത് ഇപ്പോൾ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് നടത്താൻ പോലും തടസ്സമില്ല. കാരണം മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല കോടതിയിൽ നിന്ന്. മാത്രമല്ല ഒരു ഇന്ററോഗേഷൻ അത് അനിവാര്യമാണ് എന്ന കോടതി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അലമീൻ പറഞ്ഞു നിർത്തിയതുപോലെ വ്യാപകമായ ഒരു പരിശോധനയൊന്നും സിദ്ദിഖിനായി കൊച്ചിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാവുന്ന കാര്യമാണ്. സിദ്ദിഖിന്റെ വീടുകളിലടക്കം രാവിലെ മുതൽ നമ്മുടെ പ്രതിനിധികളുണ്ട്. അതുവഴി പോലീസ് വാഹനങ്ങൾ പോകുന്നതല്ലാതെ വന്നൊരു ഡീപ് സെർച്ചിലേക്കൊന്നും പോകുന്നത് നമ്മൾ അവിടെ കാണുന്നുമില്ല. SITയുടെ നീക്കം എന്താണ്? തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കൂടി വന്നതിന് ശേഷം സുപ്രീം കോടതിയെ കൂടി സമീപിക്കട്ടെ എന്ന ഒരു നിലപാടോടുകൂടി അവർ മുന്നോട്ട് പോകുന്നുവെന്നാണോ റിനു മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമില്ല സുജയ. കാരണം ക്രൈംബ്രാഞ്ച് ADGP ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതിന് മുമ്പ്, അതായത് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക്, അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയിരിക്കുന്ന അത്തരമൊരു കാര്യമാണ്. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ലഭിച്ച വിവരവും. ഇതിൽ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഒന്ന്, ഹൈക്കോടതിയിൽ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, അത് സാധ്യത മാത്രമാണ്. രണ്ട്, നാളെ തിരുവനന്തപുരം കോടതിയിൽ രഹസ്യമായി എത്തി ഹാജരാവുക എന്നുള്ളതാണ്. ഈ രണ്ട് സാഹചര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ സിദ്ദീഖിന്റെ കാര്യത്തിൽ ഉറ്റുനോക്കുന്നത്. ഇതിൽ രണ്ടിലും പക്ഷേ അന്വേഷണം കടുപ്പിച്ച് ഇന്ന് രാത്രി തന്നെ സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയിലുമുണ്ട്. ഇപ്പോൾ സിദ്ദീഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘമോ പോലീസുമോ ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സിദ്ദീഖിന്റെ വീട്ടിൽ സിദ്ദീഖ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു കേന്ദ്രങ്ങളിൽ, കാരണം ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വ്യാപിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഇത് സിദ്ദീഖ് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു കാര്യമൊന്നും അദ്ദേഹത്തിന് നൽകുന്നില്ല. കാരണം സാധാ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ സാധാ ഒരു ആരോപണ വിധേയന് നൽകുന്ന ഒരു ഇടപെടൽ മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് സിദ്ദീഖിനും നൽകുന്നത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ H. വെങ്കടേഷ് ADGP നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശവും അത് തന്നെയാണ്. സുപ്രീം കോടതിയിൽ പോകുന്നവരെ തള്ളിയതിനു ശേഷമാണോ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലേക്ക് വരുന്നത്, അതോ അതിനു മുൻപ് തന്നെ ഷാഡോ പോലീസിനെയൊക്കെ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ? അതിലേക്കാണ് ഞാൻ വന്നത് സുജയ. ആ ഒരു കാര്യത്തിൽ ചില പാളിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം നേരത്തെ അല്ലമീനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദീഖിനൊപ്പം അതേ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്ര കണ്ട് സീരിയസ് അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലുള്ളവർക്കൊക്കെ തന്നെ ഹൈക്കോടതി ജാമ്യം നൽകുന്നൊരു സ്ഥിതിയുണ്ടായി. ആ ഒരു ആത്മവിശ്വാസം സിദ്ദീഖിനും ഉണ്ടായിരുന്നു. ആ സിദ്ദീഖിനുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിനപ്പുറം SITക്കും അതൊരു വിശ്വാസമായിരുന്നു. കാര്യം ഒരു ജാമ്യം നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കടുംപിടുത്തം ഈ ഒരു കാര്യത്തിൽ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതൊരു പോരായ്മയായി തന്നെ ചൂണ്ടിക്കാണപ്പെടുന്നുണ്ട്. അത്തരം ഒരു ചർച്ചയും ഉയർന്നു വരുന്നുണ്ട് അന്വേഷണ സംഘത്തിൻ്റെ ഇടയിൽ തന്നെ. എന്തായാലും സിദ്ദീഖ് ഈ ജാമ്യ ഹർജി നൽകുന്നത് മുമ്പ് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ സിദ്ദീഖ് ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ നിയമമല്ലെങ്കിൽ പോലും ഒരാൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകുമ്പോൾ അതിലൊരു കാത്തിരിപ്പ് അന്വേഷണ സംഘം ചെയ്യാറുണ്ട്. അത് നിയമപരമായിട്ടല്ലെങ്കിൽ പോലും അത്തരമൊരു ഇടപെടൽ നടത്താറുണ്ട്. ആ ഒരു കാത്തിരിപ്പ് ഈ അന്വേഷണ സംഘവും പ്രത്യേക SIT ടീമും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൊരു തീരുമാനം വന്നതിന് ശേഷം, പക്ഷേ ഇന്നും ആ തീരുമാനത്തിനപ്പുറം, അല്ലെങ്കിൽ തീരുമാനം വരുന്നതിന് ശേഷമാണ് ഈ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. കാര്യം ജാമ്യ ഹർജി തള്ളുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല SIT. പക്ഷേ ജാമ്യ ഹർജി തള്ളുന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം, വിവിധ കേന്ദ്രങ്ങളിലായിരുന്ന അന്വേഷണ സംഘം പരസ്പരം ബന്ധപ്പെടുകയും ഇവർ എന്ത് തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. അതിലാണ് ADGP H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ചിന്റെ ചുമതല. അദ്ദേഹത്തിനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാതികളുടെ പൂർണ്ണമായിട്ടുള്ള ചുമതല. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകി എന്നുള്ളൊരു വിവരമാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ലഭിക്കുന്നതും. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സിറ്റി പോലീസിന്റെ സഹായത്തോടുകൂടി സിദ്ദീഖിനെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോയത്. എന്തായാലും ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് കൊച്ചി വിട്ട് അല്ലെങ്കിൽ എറണാകുളം വിട്ട് സിദ്ദീഖ് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം പൂർണ്ണ ആത്മവിശ്വാസമായിരുന്നു സിദ്ദീഖിന് ഇതിൽ ജാമ്യം ലഭിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ്, കാരണം ഡൽഹിയിലേക്ക് ഒരു സുപ്രീം കോടതിയെ സമീപിക്കുവാൻ വേണ്ടി അദ്ദേഹം പോകണമെങ്കിൽ ഇന്നിപ്പോൾ സിദ്ദീഖിൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് മകനെ പറഞ്ഞു വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മറ്റു രേഖകളും
അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ തേടി ഡൽഹിയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താവുന്നതാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ സിദ്ദിഖിന് കൊച്ചി വിട്ട് എങ്ങോട്ടും പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിനൊരു അന്തിമ തീരുമാനം രാത്രിയോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് SIT ഇപ്പോഴും വിശ്വസിക്കുന്നത്. സുജയ. ഓക്കെ, റിനു ശ്രീധറും അല്ലമീനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.